എക്സാം നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകിയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു അല്ലേ. ആദ്യത്തെ കുറച്ച് എക്സാംസ് കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കഴിയില്ല. സോ ഇതിനെ നമുക്കൊരു പാഠമായിട്ട് കണ്ടുകൊണ്ട് ഇനിയുള്ള അല്ലെങ്കിൽ അടുത്ത എക്സാം ആയിട്ടുള്ള നമ്മളുടെ ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും അതേപോലെ തന്നെ നമ്മുടെ ഫൈനൽ എക്സാമും അടുക്കുന്ന സമയത്തേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്താനും പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നു കഴിഞ്ഞാലും അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ കാര്യങ്ങളും അതായത് ഈ ഒരു പഠന നിലവാരം ഉയർത്തുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള അതായത് നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾ ഓരോ ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അത് നമ്മളെ പോസിറ്റീവായിട്ട് തന്നെയാണ് എഫക്റ്റ് ചെയ്തുള്ളൂ എന്നുള്ള ഒരു പോസിറ്റിവിറ്റി എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഉള്ളിൽ വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഈ ഓണം എക്സാം കഴിയുമ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി എത്ര പേര് നമുക്കറിയില്ല, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കുട്ടികളാണുള്ളത് അല്ലേ. ചിലപ്പോൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുള്ള മക്കളുണ്ടായിരിക്കും, ചിലപ്പോൾ ഉഴപ്പി നടന്നിട്ട് ഈ അവസാന നിമിഷം എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന മക്കളുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാണ്ട് പോയിട്ടുള്ള മക്കളുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് കൈൻഡ് ഓഫ് കുട്ടികളാണുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയുള്ള ഓണം എക്സാം നമുക്കൊരു പാഠമാക്കി എടുത്തുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വഴി കറക്റ്റാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഉഴപ്പി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന രീതിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതെന്തായാലും മാറ്റേണ്ട ഒരു കാര്യം നിർബന്ധമായിട്ടും ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്ത് ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. സോ പ്രോപ്പറായിട്ട് ഇനി നമ്മൾ പഠിക്കുക എന്ന് തന്നെയാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ത്രൂ ഔട്ട് യുവർ ജേർണി എക്സാമിനർ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താലും ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും പല രീതികളിലായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി എപ്പോഴും ചെയ്യുന്നുണ്ട്. സോ ഇനി നിങ്ങളുടെ ഊഴമാണ് എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനർ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ആൻഡ് ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഓണം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 28 വരെ നമ്മുടെ ബാച്ചുകളിൽ 5% ഓഫോടുകൂടെ നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. സോ ഈ ഒരു സ്പെഷ്യൽ ഓഫർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിനറിൻ്റെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ധൈര്യപൂർവ്വം നിങ്ങളെ നോക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റവും ഒന്ന് പഠിച്ചു തന്നാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മൾ ബാച്ചിൽ ചെയ്തു തരുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സുകളാണെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സുകളാണെങ്കിലും അതിൻ്റെ ക്ലാസ് റിട്ടൺ ആയിട്ടുള്ള PDF നോട്ടുകളാണെങ്കിലും ഓരോ ചാപ്റ്ററിൻ്റെ എക്സാമുകളാണെങ്കിലും വർക്ക്ഷീറ്റുകളാണെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും മോഡൽ എക്സാം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എല്ലാ കാര്യവും ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് നമ്മുടെ ബാച്ചുകൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസരം നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഈ ഒരു അവസരം ഓഗസ്റ്റ് 28 വരെയാണ് നമ്മളുടെ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ കൂടെ ചെയ്യുക. താങ്ക് യു.